നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ഒന്നായ അപ്സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ അനായാസമായിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ഓപ്പൺ ആക്കാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഓപ്പൺ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ഇമെയിൽ വെരിഫിക്കേഷനാണ് വന്നത്. ഒന്നുകിൽ നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഗൂഗിൾ എന്ന ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇമെയിൽ ID ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുത്ത് ഇമെയിൽ ID വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ ഡീറ്റെയിൽസ് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. മരീറ്റൽ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. സിംഗിൾ മാരീഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ട്രേഡിംഗ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അവിടെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് എത്രയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബിഗിനേഴ്സ് ആണെങ്കിൽ >1 year എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ഒക്യുപ്പേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ അനുയോജ്യമായ ഒക്യുപ്പേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആനുവൽ ഇൻകം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണോ നമ്മുടെ ആനുവൽ ഇൻകം അപ്രോക്സിമേറ്റർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. ഇനി പാൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ എൻ്റർ യുവർ പാൻ എന്നതിൻ്റെ അകത്ത് പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ പാൻ കാർഡിൽ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡിജി ലോക്കറിലേക്ക് നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും ഡീറ്റെയിൽസ് എടുക്കാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഡിജി ലോക്കറിൽ നിന്ന് ഷെയർ വിത്ത് ഡിജി ലോക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ആധാർ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ക്യാപ്ച എക്സാക്റ്റ് ഇപ്പുറത്തേട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശരിയായ രീതിയിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. OTP കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു സെക്യൂരിറ്റി പിന്ന് ചോദിക്കുന്നുണ്ട് ഡിജി ലോക്കറിൻ്റെ. അപ്പോൾ അറിയാമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക 6 digit പിന്ന്, അല്ലെങ്കിൽ ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് പുതിയ പിൻ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷമാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനവിടെ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോയി. ഇനി നമുക്ക് ഡിജി ലോക്കറിൽ നിന്ന് നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡിൻ്റെയും ഡീറ്റെയിൽസ് എടുക്കാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ടിക്ക് കൊടുത്തതിന് ശേഷം ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് ടിക്ക് വരും. താഴെ അലോ എന്ന് മാത്രം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് കണക്റ്റഡ് ടു ഡിജി ലോക്കറും അപ്സ്റ്റോക്സുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു അക്കൗണ്ട് നമ്മുടെ ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫാദറിൻ്റെ ഫുൾ നെയിം ചോദിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഫുൾ നെയിം കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളൊരു സെൽഫിയാണ് എടുക്കേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് വെട്ടമുള്ളിടത്ത് നിന്ന് നമ്മുടെ ഒരു സെൽഫി എടുക്കുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് വെരിഫൈ വിത്ത് UPI, രണ്ടാമത് ആഡ് ഡീറ്റെയിൽസ് മാനുവലി എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ. അപ്പം നമ്മൾ UPI ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതെങ്കിൽ ഫാസ്റ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നത്. നമ്മളൊരു ഫണ്ട് ഒരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്തും ഈ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും നമ്മുടെ ഫണ്ട് വരുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ വെരിഫൈ വിത്ത് UPI എന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ സെക്യൂർ വിത്ത് UPI എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ, ഫോൺ പേ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഗൂഗിൾ പേ ഓപ്പൺ ആക്കി. അപ്പോഴത്തേനും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ₹1 ഡെബിറ്റ് ആവും. അത് ജസ്റ്റ് അക്കൗണ്ട് വെരിഫിക്കേഷന് വേണ്ടിയാണ്. അതിനുശേഷം അത് അക്കൗണ്ട് വെരിഫൈ ആകുന്നതനുസരിച്ച് ആ ഒരു തിരിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ അക്കൗണ്ട് നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണെന്ന് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 ഓപ്ഷൻ ഉണ്ട്, പ്ലസ് ബേസിക് എന്ന് പറഞ്ഞ്. നമുക്ക് പ്ലസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുക. ബേസിക്കിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. നമ്മളിവിടെ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്സ്റ്റോക്സിൻ്റെ 2 വേരിയൻ്റ് ആണ്, പ്ലസും ബേസിക്കും. അപ്പോൾ ഞാൻ പ്ലസ് ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുവാണ്, മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ അപ്ലോഡ് ചെയ്യാം നേരിട്ട് വെള്ള പേപ്പറിൽ നമ്മുടെ കയ്യിൽ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ള പേപ്പറിലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രോ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് സ്ക്രീനിൽ നമുക്ക് വിരൽ ഉപയോഗിച്ച് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതൊക്കെ പ്രൊഡക്റ്റാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ IPO മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സെക്ഷൻ മാത്രം സെലക്ട് ചെയ്യാം. അതല്ല ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും കമ്മ്യൂണിറ്റിയും കറൻസിയും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ആക്ടിവേറ്റ് ഫോർ ഓൾ സെഗ്മെൻറ്റ് എന്നതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂ ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ITR സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഓൾ സെഗ്മെൻറ്റ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുള്ള പെർമിഷനാണ് ഇവർ ചോദിക്കുന്നത്. ജസ്റ്റ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ചെന്ന് അവിടെ നിന്ന് നമ്മുടെ ലേറ്റസ്റ്റ് 6 മന്ത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP എൻട്രി ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട്സ് താഴെ വരും. അപ്പോൾ ഇവിടെ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, അത് നിങ്ങളുടെ ഈ ഒരു കൊടുത്ത അക്കൗണ്ട് തന്നെയായിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡൺ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഡേറ്റ ഷെയറിംഗ് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ അപ്രൂവ് ഡേറ്റ ഷെയറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നോമിനി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒപ്റ്റിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മുടെ നോമിനി ആഡ് ചെയ്യാം. അതല്ല ഫ്യൂച്ചറിലാണ് നോമിനി ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഒപ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒപ്റ്റിൻ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നോമിനിയുടെ പേര്, ലാസ്റ്റ് നെയിം, റിലേഷൻഷിപ്പ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകും. ഇനി നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് വരുവാണ്. ആധാർ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇ സൈൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻ സെലക്ട് ചെയ്യുക, പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഫോം കാണാൻ സാധിക്കും. ആ ഫോം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സൈൻ നൗ എന്ന് കൊടുക്കുക. ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സക്സസ്ഫുൾ ആയിട്ട് സൈൻ ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടി 2-3 ദിവസം എടുക്കും. ഇത് വെരിഫൈ ആകുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ഇമെയിലിലേക്ക് നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനും സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉണ്ട്, അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും.